നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജനുവരി മാസം 21-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, വാട്സപ്പ് ഗ്രൂപ്പുകളെ പൊതു ഇടങ്ങളായി കണക്കാക്കാമെന്നും അതിനാൽ ഇത്തരം ഗ്രൂപ്പുകളിൽ അശ്ലീല സന്ദേശങ്ങൾ പങ്കുവയ്ക്കുന്നത് ക്രിമിനൽ കുറ്റത്തിൻ്റെ പരിധിയിൽ വരുമെന്നും കേരള ഹൈക്കോടതി വ്യക്തമാക്കി. വ്യക്തികൾ തമ്മിലുള്ള സ്വകാര്യ സന്ദേശങ്ങൾ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ അടിസ്ഥാനത്തിൽ രഹസ്യമായി തുടരുമെങ്കിലും ഒന്നിലധികം അംഗങ്ങളുള്ള ഗ്രൂപ്പുകളിൽ സന്ദേശങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അത് സ്വകാര്യതയുടെ പരിധിക്ക് പുറത്താകുമെന്ന് ജസ്റ്റിസ് ശ്യാംകുമാർ VM നിരീക്ഷിച്ചു. ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് സന്ദേശങ്ങൾ കാണാനും വായിക്കാനും സാധിക്കുന്നതിനാൽ തന്നെ അവിടെ അശ്ലീല ഉള്ളടക്കം പോസ്റ്റ് ചെയ്യുന്നത് ഒരു പൊതുസ്ഥലത്ത് അശ്ലീലം പറയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ക്ലോസ്ഡ് ആണെന്നോ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലെന്നോ ഉള്ള വാദങ്ങൾ ഇത്തരം കേസുകളിൽ നിലനിൽക്കില്ല. 2019 ഒരു കമ്പനിയുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ മുൻ ജീവനക്കാരിക്കെതിരെ അശ്ലീല സന്ദേശം അയച്ചതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കവെയാണ് കോടതി ഈ സുപ്രധാന വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേരളത്തിലെ ഏലം റബ്ബർ കർഷകർക്ക് ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കുന്ന കേരള ക്ലൈമറ്റ് റെസിലിയൻറ്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പദ്ധതി വഴി പ്രത്യേക സബ്സിഡി പ്രഖ്യാപിച്ചു. കാലാവസ്ഥ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കാനും കൃഷി നവീകരിക്കാനും ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതി പ്രകാരം പുനർകൃഷി നടത്തുന്ന കർഷകർക്ക് ഹെക്ടറിന് 75,000 രൂപ മുതൽ മുകളിലേക്കാണ് സബ്സിഡി ഉറപ്പായിരിക്കുന്നത്. പരമാവധി 2 ഹെക്ടർ വരെ സ്ഥലത്തിന് ഈ സഹായം ലഭിക്കും. ഏറ്റവും കുറഞ്ഞത് 25 സെന്റ് സ്ഥലമെങ്കിലും പുനർകൃഷി നടത്തുന്ന കർഷകർക്കാണ് ഈ ആനുകൂല്യത്തിന് അർഹതയുള്ളത്. നിലവിൽ ഏലം റബ്ബർ കർഷകർക്കാണ് അപേക്ഷിക്കാൻ അവസരമുള്ളതെങ്കിലും വരും ദിവസങ്ങളിൽ കാപ്പി, ജാതി തുടങ്ങിയ മറ്റു വിളകൾക്കും ഈ സഹായം വ്യാപിപ്പിക്കുന്നതാണ്. അപേക്ഷിക്കാൻ താല്പര്യമുള്ള കർഷകർ സ്ഥലത്തിൻ്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, സ്കെച്ച് തുടങ്ങിയ ഭൂമി സംബന്ധമായിട്ടുള്ള രേഖകളും കർഷകൻ്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും സഹിതം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടാതെ അംഗീകൃത നഴ്സറികളിൽ നിന്ന് പുനർനടലിനായിട്ട് വാങ്ങിയ തൈകളുടെ കൃത്യമായ ബില്ലുകളും അപേക്ഷയോടൊപ്പം സമർപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അർഹരായിട്ടുള്ള എല്ലാ കർഷകരും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി എത്രയും വേഗം തന്നെ അപേക്ഷകൾ പൂർത്തിയാക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേന്ദ്ര തപാൽ വകുപ്പിൽ ഗ്രാമീണ ഡാക് സേവക് GDS തസ്തികകളിലേക്ക് വൻതോതിൽ നിയമനം നടക്കുന്നു. രാജ്യവ്യാപകമായി ആകെ 28,740 ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിൽ കേരള സർക്കിളിൽ മാത്രമായിട്ട് ഏകദേശം 1,691 ഒഴിവുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, ഡാക് സേവക് എന്നീ തസ്തികകളിലേക്കാണ് പ്രധാനമായിട്ട് നിയമനം നടക്കുന്നത്. ഈ വിജ്ഞാപനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, എഴുത്തു പരീക്ഷയോ അഭിമുഖമോ ഇല്ലാതെ പൂർണ്ണമായും 10ാം ക്ലാസ്സിലെ മാർക്കിൻ്റെ മെറിറ്റ് ലിസ്റ്റ് അടിസ്ഥാനത്തിലാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് എന്നതാണ്. ജനുവരി 31 ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറങ്ങുമെന്നും ഫെബ്രുവരി 14 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാമെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അംഗീകൃത ബോർഡിൽ നിന്ന് 10ാം ക്ലാസ് SSLC വിജയിച്ചവർക്ക് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അപേക്ഷകർ 10ാം ക്ലാസ്സിൽ ഗണിതം, ഇംഗ്ലീഷ്, പ്രാദേശിക ഭാഷ, മലയാളം എന്നിവ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. 18 മുതൽ 40 വയസ്സ് വരെയാണ് പ്രായപരിധി. എന്നാൽ സംവരണ വിഭാഗക്കാർക്ക്, അതായത് SC ST അവർക്ക് 5 വർഷം, അതുപോലെ OBC 3 വർഷം, ഇങ്ങനെ നിയമപരമായിട്ടുള്ള ഇളവുകൾ ലഭിക്കും. ഇതിന് പുറമെയായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനവും സൈക്കിൾ ഓടിക്കാനുള്ള അറിവും ഉണ്ടായിരിക്കേണ്ടതാണ്. BPM തസ്തികയ്ക്ക് 12,000 രൂപ മുതൽ 29,380 രൂപ വരെയും മറ്റ് തസ്തികകൾക്ക് 10,000 രൂപ മുതൽ 24,470 രൂപ വരെയുമാണ് അടിസ്ഥാന ശമ്പളം. താല്പര്യമുള്ളവർക്ക് തപാൽ വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായിട്ടുള്ള www.indiapost.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ജനറൽ OBC വിഭാഗക്കാർക്ക് 100 രൂപയാണ് അപേക്ഷാ ഫീസ്. എന്നാൽ സ്ത്രീകൾ, SC ST ഭിന്നശേഷിക്കാർ എന്നിവരെയൊക്കെ ഫീസിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 28 ആദ്യ മെറിറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നാണ് സൂചന. കൂടുതൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾക്കായിട്ട് ഔദ്യോഗിക വിജ്ഞാപനം വരുന്നതുവരെ കാത്തിരിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് ജനുവരി മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം സംബന്ധിച്ച നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ മാസം 2,000 രൂപയാണ് പെൻഷനായിട്ട് വിതരണം ചെയ്യുന്നത്. ചൊവ്വാഴ്ച ദിവസം വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കടമെടുപ്പ് നടക്കുകയുണ്ടായി. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പെൻഷൻ വിതരണവും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വിതരണ നടപടികൾക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. 25-ാം തീയതിയോടെ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്കും എല്ലാം തന്നെ ഈ തുക എത്തിത്തുടങ്ങുമെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന നിർദ്ദേശം ഇപ്പോൾ സർക്കാർ കർശനമാക്കിയിരിക്കുകയാണ്. 2019 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഏകദേശം 3 ലക്ഷത്തോളം ആളുകൾ ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മുൻപ് ഇവർക്ക് പ്രത്യേക പരിഗണന ലഭിച്ചിരുന്നുവെങ്കിലും നിലവിൽ കുടുംബ വാർഷിക വരുമാനം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഗുണഭോക്താവിൻ്റെ പേരിൽ എടുത്ത് ബന്ധപ്പെട്ട പഞ്ചായത്തിലോ നഗരസഭയിലോ ഏൽപ്പിക്കേണ്ടത് നിർബന്ധമാണ്.
നിങ്ങൾ മുൻപ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെങ്കിൽ സേവന പെൻഷൻ വെബ്സൈറ്റിലെ വാർഷിക വരുമാനം എന്ന ഭാഗം നിങ്ങൾ പരിശോധിച്ച് കൃത്യമായിട്ടത് ഉറപ്പുവരുത്താവുന്നതാണ്. ഇനി അവിടെ വിവരങ്ങൾ കാണുന്നില്ലെങ്കിൽ ഉടൻ തന്നെ രേഖകൾ സമർപ്പിക്കേണ്ടി വരും. ഇതുകൂടാതെ വിധവാ പെൻഷനോ അല്ലെങ്കിൽ അവിവാഹിത പെൻഷനോ ഒക്കെ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ്, നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ്, അതുകൂടി നിങ്ങൾ ഹാജരാക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പെൻഷൻ ഭാവിയിൽ തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആധാർ കാർഡിൻ്റെ കോപ്പി സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഓൺലൈനായിട്ടോ വില്ലേജ് ഓഫീസർക്ക് അപേക്ഷ നൽകി ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കൈപ്പറ്റാവുന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ച് കുതിപ്പ് തുടരുന്നതിനിടെ ചൊവ്വാഴ്ച ജനുവരി 20 വൈകുന്നേരമാകട്ടെ നേരിയ ഇടിവ് രേഖപ്പെടുത്തി. തൃതീയ വർധനവിന് പിന്നാലെയാണ് സ്വർണ്ണനിരക്ക് വീണത്. 3 തവണയായിട്ട് 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 395 രൂപയും പവന് 3160 രൂപയുമാണ് ആകെ കൂടിയിരുന്നത്. രാവിലെ 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 95 രൂപ കൂടി 13,500 രൂപയും പവന് 760 രൂപ കൂടി 1,80,000 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. 11:30 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 100 രൂപ വർദ്ധിച്ച് 13,600 രൂപയും അതോടൊപ്പം തന്നെ പവന് 800 രൂപ വർദ്ധിച്ച് 1,80,800 രൂപയിലുമാണ് പിന്നീട് വ്യാപാരം നടന്നത്. എന്നാൽ അതിനുശേഷം 2:30 വീണ്ടും സ്വർണ്ണനിരക്കിൽ വമ്പൻ കുതിപ്പ് രേഖപ്പെടുത്തുകയായിരുന്നു. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 200 രൂപ വർദ്ധിച്ച് 13,800 രൂപയും പവന് 1,600 രൂപ വർദ്ധിച്ച് 1,10,400 രൂപയിലുമാണ് വ്യാപാരം നടന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.